ഈ ചിക്കൻ മണവാളൻ ചിക്കൻ കാണാം ഗ്ലാമറായി കോഴി ചരിത്രമായിട്ട് നീങ്ങോട്ടാ. ഈ സാധനം കൈവിട്ട കളികളാണ് നമ്മൾ കളിക്കുന്നത്. നമ്മുടെ കോഴിലേ മുട്ടയുണ്ട് സമരത്തിലാണ്. മുട്ട കുറച്ച് നാളായിട്ട് ഇടുന്നില്ല. അതെന്താ തന്നെ വിരുന്ന് കൂട്ടിയില്ല അങ്ങോട്ട് വന്നാലല്ലേ വിരുന്നൂട്ട. നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടില്ല. ചേട്ടൻ അത്രയ്ക്കധികം അപമാനിച്ചിട്ടുണ്ട്. കുളിക്കാനുള്ള വെള്ളം വരെ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. മനോഹരമായ ഒരു സായാഹ്നം സമയം വൈകുന്നേരം 6:15 ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഈ ബെഞ്ചിമിരിക്കുകയാണ്. ഇവിടെ വൈകുന്നേരം ഇരുന്ന് ആകാശം നോക്കി നക്ഷത്രം ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ പറ്റിയിട്ടില്ല. രാത്രി ആകുമ്പോൾ മറക്കും. അത് അല്ല, മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം അക്കാദമിക്ക് പോകും. അക്കാദമിയിൽ ഇപ്പോൾ നാടകോത്സവം നടക്കാമല്ലോ, നാളെ അവസാനിക്കുകയാണ്, 16-ാം തീയതി അവസാനിക്കും. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടാ ഫുഡാണ്, നാടകമല്ല. നാടകങ്ങൾ കണ്ടു, അത് പിന്നെ എല്ലായിടത്തും ചേട്ടന് അതാണല്ലോ ആകർഷണം ഉണ്ടാവുക. അപ്പോൾ ആ ഫുഡിൽ ഞങ്ങളെ ആകർഷിച്ച കുറച്ച് ഫുഡുകളുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിലത്തെ ഈ മലപ്പുറംകാരെല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ചേച്ചി പറഞ്ഞാണ്, വേങ്ങരയിലല്ല ചേച്ചിയുടെ വീട്, അറിയില്ല എവിടെയെങ്കിലും അവിടെ. ആ ചേച്ചി പറഞ്ഞാണ്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് മണവാളന് അമ്മായിമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചിക്കൻ മുഴുവനോടുള്ളത്. ഈ മണവാളൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ഫുള്ളായിട്ട് പൊരിച്ച് കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഞാൻ അവരോട് അടുത്ത് അതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ മണവാളൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും കണ്ടില്ല. അപ്പോൾ ആദ്യമായിട്ടായി നമ്മളായിരിക്കും ചിലപ്പോൾ എന്ന് തോന്നുന്നു. മണവാളൻ ചിക്കൻ റെസിപ്പി മലയാളം എന്ന് ഞാൻ അടിച്ചു നോക്കി, അപ്പോൾ ഒന്നും വരുന്നില്ല. ഉണ്ട്, ചെറിയ ചെറിയ പീസുകളായിട്ടുള്ള കഷ്ണങ്ങളുണ്ട്. പക്ഷേ മണവാളൻ ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ സലീം കുമാർ മണവാളനായിട്ടേക്ക് ഉള്ളതാണ് വരുന്നത്. അപ്പോൾ മണവാളൻ ആൻഡ് സൺസ്. അപ്പോൾ നമുക്ക് മണവാളൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വലിയൊരു കോഴീനത്, വലിയ കോഴി അത്ര ഇതിങ്ങനെ അല്ല, ഇത്രയ്ക്ക് പോകുന്ന മീൻ ഇതിനെ വരഞ്ഞ് ഇതിൻ്റെ വയറ് ഫ്രണ്ട് പൊളിച്ചില്ല ചേട്ടാ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം മണവാളൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഈ ചിക്കനിൽ ആദ്യം പരട്ടി വയ്ക്കണം. പരട്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ മണിക്കൂറോളം പരട്ടി വയ്ക്കേണ്ട. അവർ പറഞ്ഞത് മാക്സിമം അരമണിക്കൂറാണ് ഇവർ പരട്ടി വയ്ക്കാറുള്ളൂ എന്ന് പറഞ്ഞത്. അവർ കുറേ കാരണം ഈ ചിക്കന് ഭയങ്കര ഡിമാൻഡാണ്. കണ്ടമാനം ഇവർ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്കൊക്കെ പോകുന്നു. അപ്പോൾ ഈ മണവാളൻ ചിക്കന് ഭയങ്കര ഡിമാൻഡാണ്. എല്ലാവരും ഇത് മണവാളൻ ചിക്കൻ വാങ്ങിക്കും 400 രൂപയാണ്. പക്ഷേ ഇത്രയ്ക്ക് വലിപ്പമുള്ള കോഴിയായിരിക്കില്ല ചേട്ടാ. നമുക്കൊരു പോരായ്മകളുണ്ട്, ഞാൻ പറയാതെ പിന്നെ. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇടുന്നു കേട്ടോ. ഇതിൻ്റെ കൂട്ടാണ് പറയുന്നത്. കൂട്ട് എനിക്ക് ഇതായിട്ട് വലിയ നമ്മൾ സാധാരണ പോലെ ചെയ്യുന്ന പോലുള്ള കൂട്ടുകൾ തന്നെയാണ് ഉള്ളത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കൂടുതലായിട്ടില്ല. പിന്നെ നമ്മുടെ മല്ലിയില എന്ന് പറഞ്ഞാൽ നമ്മളിത് ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തുകൊണ്ട് കേട്ടോ. മെക്സിക്കൻ മല്ലി എന്ന് പറയും. സാധാരണ മല്ലിയില എടുത്താൽ മതി, അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില നമ്മുടെ വീട്ടിൽ തന്നെയാണ്, പുതിനയില ഇടുന്നു. പിന്നെ നമ്മുടെ വേപ്പില, അത് കറിവേപ്പിൻ്റെ ഇല അതിടുന്നു. പിന്നെ ഇടുന്നത് കുറച്ച് പച്ചമുളകുണ്ട്. ഞാൻ പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ അരയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പച്ചമുളക് ഇടുന്നു. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയ പീസുകളായിട്ട് ഇടാം, അല്ലെങ്കിൽ അരയില്ല. അപ്പം മണവാളൻ ചിക്കന് തൃശ്ശൂർക്കാർക്ക് ഭയങ്കര ഡിമാൻഡായി. തൃശ്ശൂർക്കാർ മാത്രമല്ല കേട്ടോ, അവിടെ അക്കാദമിയിൽ കണ്ടമാനം പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വരുന്നുണ്ട്. എല്ലാ കാസർഗോഡ് തൊട്ടിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. എനിക്ക് നാടകം കണ്ടിട്ട് ഇപ്പോൾ ഭയങ്കര സംഭവമുള്ള നാടകങ്ങളായിട്ട് ഒന്നും തോന്നിയില്ല. ഒരു നാടകം കണ്ടു, 2.5 മണിക്കൂറാണ് നാടകം. അത് ബോറടിച്ച് തോറ്റു, ഇരിപ്പ് ശരിയില്ല. കാരണം നമ്മൾ ഈ 2.5 മണിക്കൂറുള്ള നാടകം കാണുന്നത് വെറും പലക ബെഞ്ചിമിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചാരാനായിട്ട് പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ അത് അവസാനിപ്പിച്ചു എന്നുള്ളത് പറയാൻ നമുക്ക് വാക്കുകളില്ല. അപ്പോൾ ഇഞ്ചി ഇടുന്നു കേട്ടോ. ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ടു. പിന്നെ വേണ്ടത് നമ്മൾ ചെറുനാരങ്ങയാണ്. ശരി, അത് ഫോൺ കോൾ വന്നാലും അങ്ങോട്ട് പോയതായിരുന്നു. ഇത് വെച്ചോ. പിന്നെയുള്ളത് നമ്മൾ ഒരു ചെറുനാരങ്ങ അതിൽ പിഴിഞ്ഞൊഴിക്കണം. ചേട്ടനാണ് അന്ന് രാവിലെ പോയിട്ട് അവരെ ചേച്ചിമാരുടെ റെസിപ്പി വാങ്ങിയിട്ട് വന്നതുകൊണ്ട് എനിക്കറിയില്ല. അത്
അവർക്ക് പറഞ്ഞുതരാൻ സമയമില്ലേ, തിരക്ക് അവിടെ. തിരക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പാചകങ്ങൾ ചെയ്യേണ്ട സമയമില്ലായിരുന്നു. വൈകുന്നേരം ഈ ഒരു ടൈമിലാണ് അവിടെ ആളുകൾ നിറഞ്ഞ് കഴിക്കാനായിട്ട് വരുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആക്കണ്ട സാധനം. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ഇടുന്നു കേട്ടോ. ഇപ്പോൾ ഒരു വലിയ ചിക്കനാണ്, ഒരു 2 കിലോൻ്റെ അടുത്തുണ്ട്. അത്രയ്ക്ക് പോകുന്ന ചിക്കൻ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കണ്ടമാനം ഒഴിക്കണ്ടേ, നമുക്ക് അതിൻ്റെ അത്ര ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പകുതി ഹൈറ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അല്ല കുഴപ്പമില്ല, ചൂട് ഉപ്പിടാം. ഉപ്പിട്ടു. ഇനി മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി പിയാറായില്ലേ? മഞ്ഞൾപ്പൊടി അന്ന് പൊടിപ്പിച്ചത് ഇനി ഇരിക്കുന്നുണ്ട്. ഇനി ഗരം മസാല കേട്ടോ. അതിലേക്കുള്ള ഗരം മസാല, നമ്മുടെ സാധാരണ ഗരം മസാല ഇരുന്നു, അതൊരു ഗരം മസാല. ഇനിയുള്ളത് ഇനി സൊർക്ക. അവർ പറഞ്ഞു സൊർക്ക ഒഴിക്കാൻ. അത് സൊർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനാഗിരിയാണ് കേട്ടോ. അതിപ്പോൾ ഒരു ടീസ്പൂണായിട്ട് മൂടി കൊണ്ട് ഒഴിച്ചോ? മൂടി കൊണ്ട് ഒരു മൂടി മതിയാ? അല്ല, ഒരു മൂടി പോരാ. ഒരു പിന്നെ ഇനി തൈരും ഉണ്ടാ? തൈരിൻ്റെ പാക്കറ്റ് എടുത്തേ. അയ്യോ, തൈര് വേണം കേട്ടോ. ഞാൻ തൈരിൻ്റെ പാക്കറ്റ് എടുക്കാൻ മറന്നു. ചൊർക്ക ഒഴിച്ചപ്പോൾ വിനാഗിരി വെച്ചപ്പോൾ നല്ല മണം. ഇനിയുള്ളത് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ. പിന്നെയുള്ളത് നമ്മുടെ സാധാരണ മുളക് പൊടി ഉണ്ട്. സാധാരണ മുളക് പൊടി ഇതിലേക്ക് ഇതിൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതെ 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം. കുരുമുളക് പൊടി അവർ പറഞ്ഞിട്ടില്ലേ, പക്ഷേ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അതിനനുസരിച്ച് മുളക് കുറവാണ് ചേർത്തോണത്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം. തൈര് ചേർത്തിട്ട് ഇത് മിക്സിയിൽ അടിക്കണം. ഉഗ്രം കൂട്ടായിട്ടില്ലേ സാധനം. ഇനി ചേർക്കണത് തൈര് നമുക്ക് ഒരു 2 ഇത്ര മതി, 2.5 ടീസ്പൂൺ തൈര്. ഇനി ഇത് മൂടി, ഇതല്ല എൻ്റെ മൂടി വെച്ചിട്ട് മുളക് പൊടി ഇടുമോ? മുളക് പൊടി ഇട്ടു. ഇത് ജാലത്തിരിക്കുക, അരച്ചോണ്ടല്ലേ. ഇവിടെ അരച്ചോ. ഇവിടെ സാധനം ഉണ്ട്, കുത്തണം. ചേട്ടൻ്റെ മൂക്കടഞ്ഞതൊക്കെ തുറന്നാ ബെസ്റ്റ് മണം. മസാല അറിഞ്ഞോ നോക്ക്, ശരിക്കും അറിഞ്ഞോ നോക്കി. അറിഞ്ഞു. അതുമ്മ നിറച്ച് പറ്റി പിടിച്ചിരിക്കണത് കാണുന്നത് എള്ള അല്ലേ? ഇനി നമ്മളിലേക്ക് കുറച്ച് വെള്ളം എള്ള് ചേർക്കണം കേട്ടാ. മിക്സിയിൽ കിട്ടും. അന്ന് മിക്സിനു പടക്കം പൊട്ടണു. നമ്മൾ ഈ ചിക്കനിലേക്ക് തേക്കാൻ പോകണം കേട്ടാ. അങ്ങനെ നമ്മുടെ കോഴീനെ ഇതിലേക്ക് എടുത്തേക്കാണ് കേട്ടോ. മസാല നമ്മൾ പൊതിയണു. അവർ ഇത് എനിക്ക് തോന്നുന്നു ചേച്ചിമാരല്ല ഹോട്ടൽ അങ്ങനെ നടത്തുന്നവരാണോ അവിടെ? അവർക്ക് നമ്മള് ഇറ്റ് ഫോക്കിന്റെ ഒരു വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോ ഇട്ടപ്പോ അവരെ വിളിച്ചേക്കണൂന്ന് അവരുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ, നമ്മുടെ ചാനൽ കാണുന്നവര് അവരെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർക്ക് അതിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തോണു ഞാൻ ചെന്നപ്പോഴേ. പക്ഷെ അവർക്ക് കാണാൻ നേരൊന്നും കിട്ടിയിട്ടില്ല. നേരല്ലേ അവർക്ക്. അവർ താമസമൊക്കെ എവിടെയാണാവോ അതൊക്കെ ചോദിച്ചു ചേട്ടൻ. അവര് അക്കാദമി സൗകര്യം ചെയ്ത് കൊടുക്കും. ഇതിന്റെ വയറ് പൊത്താണ് കേട്ടാ, പുറത്തേക്കിട്ടെ. അതിന്റെ ഉള്ളിലേക്ക് വല്ല മസാലത്തിൽ കയറ്റാൻ പറ്റും. അത് വെക്കും. അത് മാത്രല്ല, ഇതിന്റെ ഉള്ളിൽ വേറെ സാധനം വെക്കണം, സ്റ്റഫ് ചെയ്യും. അതിന്റെ ഉള്ളിൽ കിട്ടി മസാല വെച്ചിട്ടുണ്ട് കേട്ടാ. അതായത് അവര് ഇത്ര വലിയ കോഴിയല്ല സരിത കണ്ടില്ലേ, കുഞ്ഞ കോഴിയാ. പക്ഷെ ഇത് ചിലപ്പോ വറുത്ത് വരുമ്പോ ചുരുങ്ങിയായിരിക്കും. കഴുത്തിന്റെ അവിടെ കഴുത്ത് ചേട്ടന് ഇഷ്ടമല്ലേ, അപ്പൊ എന്തൊരു ചെയ്യാ. കാണാൻ ഗ്ലാമറായി കോഴി മതി എന്ന് പറഞ്ഞു. അതിലുള്ളതല്ലോ അല്ല, ഇനി ഉണ്ട് വേണേ തുളച്ചെടുക്കാനാണ് ഇനിയുണ്ട്. പിന്നെ വേറെ കോഴിൻ്റെ ഇട്ടാ മറ്റേ അത് ഇത്തവണ വയനാടുകാർക്ക് ഉണ്ട് വരണം, സുന്ദരി കോഴി. ഗന്ധക ചിക്കൻ ഉണ്ട് വേറെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ ചേർത്ത്. പക്ഷെ അതെന്തിട്ടെന്നറിയോ, അത് 10 കൂട്ടം ഇതിലുണ്ട്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അപ്പോൾ ചേച്ചി ശരിക്കും പറഞ്ഞു തന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇത് വീഡിയോ യൂട്യൂബിലിടാനെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നില്ല. അത് എൻ്റെ കുറെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് അവർക്ക് അറിയില്ല. മുട്ടിക്കാനായിട്ട് ആള് തന്നെ ചെയ്യില്ലല്ലോ.
അല്ല നമുക്ക് മുൻകൈ എടുക്കില്ലല്ലോ. അല്ല നമുക്ക് ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞങ്ങൾക്ക് താല്പര്യം അവരുടെ അവിടെ അതിന്റെ ഇതുള്ള ഉണ്ടാവും വേണമെങ്കിൽ അങ്ങനെ ഹോട്ടലെങ്ങാനും ഉണ്ടാവേ. അപ്പൊ അതിന്റെ രഹസ്യം പുറത്താവില്ലേ. എപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ ഇതുകളുണ്ടാവുന്നു. ഫുഡ് ഫെസ്റ്റുകൾ അതിലൊക്കെ പങ്കെടുക്കുന്നു. ചേട്ടാ കൈ എഴുതി അധികം സമയം വെക്കണ്ട. അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇത്ര അപ്പോൾ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. പോയി കൈ അടിക്കുക ചേട്ടാ. എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് നീറും. അപ്പോൾ നമ്മൾ സ്റ്റവ് എടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ കേരള ഗിഫ്റ്റ് ഹൗസിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളൊരു പാത്രമാണ്. ഈ പാത്രം അന്ന് ക്രിസ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ നമ്മൾ വാങ്ങിയത് പാത്രമായിരുന്നു കേട്ടോ. പിന്നെ ഈ പാത്രം, പിന്നെ ഇതും കൂട്ടാൻ കാച്ചണത്, ഇത് അന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാ. ഇതെന്താ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നു വെച്ചെങ്കിൽ, അന്ന് ഇത് വാങ്ങിക്കണ വീഡിയോ കാണാത്തവർ ഇത് നമ്മൾ ഓരോ പാചകത്തിലും കാണിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചേ, അതിനെത്ര രൂപ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചേ, അങ്ങനെ 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 കമൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണിച്ചത്. ട്രൈപ്ലൈ പാത്രം തന്നെയാണ് ഇത്. അതായത് 3 ലെയർ ഉണ്ടാവും. അതൊക്കെ ഹോക്കിൻസ് തന്നെയാട്ടോ നമ്മളന്ന് വാങ്ങിച്ചത്. കൂട്ടാൻ കാച്ചി ഒഴിക്കാൻ ബെസ്റ്റ് പാത്രം, നല്ല കനുണ്ട്. പിന്നെ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത്. അപ്പോൾ ഈ ട്രൈപ്ലൈയുടെ എന്ത് പാത്രമായാലും, ഇതായാലും ശരി, ഇതായാലും ശരി, ഇതായാലും ശരി. ഇനി ചെറിയ സോസ് പാനുകളുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് പാത്രങ്ങളുണ്ട്. ബിരിയാണി പോട്ട് വരയ്ക്കുന്നുണ്ട്, അത് ഹോക്കിൻസിൻ്റെ ഉണ്ട്. പിന്നെ വിനോദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിയും ഉണ്ട്. അപ്പോൾ ഇതിന് എത്ര രൂപ ചേട്ടാ? ഇതിന് 3000 വില, 3250 രൂപ വില, ഓഫറായിട്ട് 2263 രൂപ. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്പർ തരാം. ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കേരളത്തിലെല്ലായിടത്തും ഫ്രീ ഡെലിവറിയാണ് കേട്ടോ. 2263 കൊടുത്താൽ മതി. ഓഫർ പ്രൈസിൽ കിട്ടും നമുക്ക്. ഡെലിവറി ചാർജും ഇല്ല. അതായത് കടയിൽ നേരിട്ട് പോയിട്ട് വാങ്ങിക്കണം അതേ പൈസക്ക് തന്നെ കിട്ടും. അങ്ങനെ. അപ്പോൾ ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ സ്റ്റിക്കർ കളഞ്ഞിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോരും. ചൂടാവത്തെ സമയം പിടിക്കും. പിന്നെ ഇതില് മീൻ വറക്കുമ്പോൾ പിടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് കമൻസ് വരാറുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്കിലത്തെ പോലെ ഇങ്ങോട്ട് ഭയങ്കര തീരെ പിടിക്കാണ്ട് കിട്ടില്ല. ചെറിയ രീതിയിൽ പിടിക്കും. ചിലത് ഒരു കുഴപ്പമില്ലാണ്ട് മീൻ സുഖമായിട്ട് വരും. ചില മീനുകളുടെ മാത്രം ചിലപ്പോൾ പിടിക്കാറുണ്ട്. പക്ഷെ അത് പിടിച്ചാലും കുഴപ്പമില്ല. നമുക്ക് നോൺ സ്റ്റിക്കിലത്തേനേക്കാളും നല്ലതല്ല ഇത് ഉപയോഗിക്കണേനേക്കാളും. കഴുകിയിട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറായിട്ടാ ചിക്കൻ അങ്ങനെ പറ്റി വെച്ചിട്ട് നമ്മൾ തുടങ്ങാൻ പോകണം. തീ കത്തിച്ചിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു കൂട്ടാ. അതിന് മുന്നേ നമുക്ക് വേറെ കാര്യം ചെയ്യാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കോഴിമുട്ട വെക്കണം, പുഴുങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം വെക്കണം പുഴുങ്ങാനായിട്ട്, മുട്ട പുഴുങ്ങാനായിട്ട്. 2 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 3 വേണ്ടേ? ഒരു കോഴിമുട്ട വേണ്ടോ? ഒരു കോഴിമുട്ട എനിക്ക് തിന്നെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെക്കണത് തിന്നാളതല്ലേ? അല്ല, ഇതിലെ ചിക്കൻ കൊള്ളണമെങ്കിൽ ഒരു 3 കിലോ വെളിച്ചെണ്ണ വേണം തരുതേ. അപ്പൊ അത്രയും വെളിച്ചെണ്ണ ഒഴിക്കാൻ നമുക്ക് പറ്റില്ല, എന്നാലും ഒപ്പിക്കേ. ഇത് വെച്ച് നോക്കട്ടെ. അതെ, ഇവിടെ ഈ പാറ്റകളുടെ ഈ മറ്റേ പ്രാണികൾ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് മൂടി ഒഴിക്കൂട്ടെ, വെളിച്ചെണ്ണ ഒഴിക്കണോട്ടാ. മുഴുവൻ ഒഴിക്കല്ലേ? മുഴുവൻ ഒഴിച്ചോ. കൃത്യം 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. സ്ഥിരമായിട്ട് ഉണ്ടാക്കണ്ടെങ്കിൽ ലാഭമുള്ളൂ ചേട്ടാലേ, നഷ്ടല്ലേ? അത് അവർക്ക് നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരെണ്ണം മാത്രമല്ല ഉണ്ടാക്കുന്നത്. എന്നാ ഒരു കോഴിയാണ്. ആദ്യം ചിക്കനെ കമത്തി വയ്ക്കുക, മലർത്തി വയ്ക്കേണ്ടേ. എന്റെ മുഖത്തെ പ്രകാശം കാരണം മുഖത്തേക്കായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി നമ്മൾ പതുക്കെ ഈ ചിക്കനയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകണം കേട്ടാ. മൂടി വയ്ക്കാം നമുക്ക്. നല്ല ചൂടായി വെളിച്ചെണ്ണ. ഇത്ര ചൂടാവണ്ട. തീ വളരെ കുറവില് വേണം കേട്ടോ. മൂടി വെച്ചാൽ വല്ല പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ മൂടി വയ്ക്കില്ല. മൂടി വെക്കണ്ടെന്ന് തോന്നുന്നു. മൂടി വയ്ക്കാം, മൂടി വയ്ക്കാം. പ്രാണികൾ വേണ്ടാച്ചിട്ടാ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രാണികൾ വരാണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ല പോലെ ബെസ്റ്റ് പാത്രമാണിത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഇതിൻ്റെ മോളിയോടെ കോരിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മലർത്തിയാണ് വെച്ചുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമത്തി വയ്ക്കുക. മീഡിയം തീയിലായിട്ടാണ് ആക്കണത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കമത്തിരാം. അപ്പോൾ അത് മൂടി വയ്ക്കാൻ പോവാണ് കേട്ടോ ഞാൻ. എന്നാണ് ഒടുക്കത്തെ പ്രാണികൾ നമ്മുടെ ലൈറ്റുകൾ വേണ്ട പ്രാണികൾ
പ്രാണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചെറിയ പാറ്റകളാണ്. ഈയാമ്പാറ്റ, 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 ഈയാമ്പാറ്റ നിറച്ച് കണ്ട. ഇത് എവിടെ നിന്ന് വന്നോ, മഴ പെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എവിടെ നിന്ന് വന്നതൊന്നും നമുക്കറിയില്ല. അവിടത്തൊക്കെ ലൈറ്റുകൾ ഇട്ടുണ്ട്. ലൈറ്റുകൾ ഇട്ടാലും അവിടേക്ക് പോകണില്ല. അവിടെ കുറച്ചുള്ളൂ. ഈ ലൈറ്റ് വേണ്ട, കുറച്ചുള്ളൂ. അവിടെ കൂടുതൽ വരും. നമ്മുടെ തമ്മിൽ കൂടുതൽ വരുന്നത്. എന്തൊരു ചെയ്യുക, കുറച്ച് നേരം നമുക്ക് മറച്ചിടാം. മേലേക്ക് വെളിച്ചെണ്ണ തെറിക്കാനുണ്ടല്ലേ. ഇത് പാത്രേ ഇല്ലേ, പാത്രം ചേർന്നില്ല, മറച്ചിട്ടു കേട്ടാ. മൂടി വയ്ക്കാം. ആ, നമുക്ക് ഇതിൻ്റെ മീതങ്ങനെ വെളിച്ചെണ്ണ, തിളയ്ക്കുന്ന വെളിച്ചെണ്ണ അങ്ങനെ കോരി കോരി ഒഴിക്കാം. അപ്പോൾ ഒരു ടേസ്റ്റിന് ഒരു പുതിയ മാനം കിട്ടും. സരിത തക്കാളി ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ള ഇതല്ലേ ഒരു കൂട്ട്, അതിലേക്കുള്ള തക്കാളിയും സവാള അരിയാൻ പോയി വെക്കുക. മൂടിയിടാം. കോഴിമുട്ട വെന്തുണ്ടാവും. നോക്കി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ കോഴിമുട്ടയിൽ ഇതിരി വെള്ളം ഒഴിച്ച് വയ്ക്കട്ടെ, പച്ചവെള്ളം. ഇത് വന്നിട്ട് ഈ അടുപ്പ് ചൂടാക്കിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ പോയില്ലോ സരിത. ഇതിൽ നിന്നുള്ള വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. അത് മൂപ്പിക്കാനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ ആവശ്യം എടുക്കാം. അണ്ടിപ്പരിപ്പ് മൂപ്പിക്കുന്നു. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിച്ചില്ല. ഇത് കഴിക്കണമെങ്കിൽ കുറേ പേര് വേണം. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ട് തിന്ന് കഴിക്കാൻ പറ്റില്ല. അണ്ടിപ്പരിപ്പ് മൂത്തു. ഇനിക്ക് ഉണക്കമുന്തിരി വീടുന്നു. കാറ്റ് പിന്നെ ഇത് കഴുകി വെച്ചിട്ടാ. ഓ ആ, കാറ്റ് പിന്നെ നല്ല കാറ്റ്. മുന്തിരി വീർക്കണം, എന്നാലും തിന്നാൻ രസം ഉണ്ടാവുള്ളൂ. ഇതുവരെ കണ്ടിട്ടില്ലേ? അല്ല, ഇതുവരെ നാശായി പോയില്ലേ? നിനക്ക് ഇഷ്ടമില്ലാത്തതിന്. ആ, ഇത് വീർത്തു. തീ കുറച്ചുണ്ണി. ഇനി ഇതിൽ സവാളയും തക്കാളിയും വാട്ടാൻ ഒരുമിച്ച് ഇടാൻ പറ്റുമോ? ഒരുമിച്ച് വേണമെങ്കിൽ ഇട്ടോ. ഇവിടെ ആദ്യം സവാള ഇട്ടോ. മറച്ചത് ഇപ്പൊ നമ്മള് ഒരു വട്ടം മറിച്ചിട്ടു. ഇനി ഒരു വട്ടം കൂടി മറിച്ചിടാൻ പോവാണ് കേട്ടാ. ചരിത്രമായിട്ട് നീങ്ങുന്നോട്ടാ. ഈ സാധനം കൈവിട്ട കളികളാണ് നമ്മൾ കളിക്കുന്നത്. തീ കത്തി അതിൽ കണ്ടമാനം ഇതുണ്ടായിരുന്നു. എള്ളല്ലേ? ഇതില് ഒറ്റ എള്ളും കാണാനില്ല. എള്ളൊക്കെ മസാലയിൽ പോയി. ഇനി എള്ള് വേണമെങ്കിൽ പേതറാന്ന് നമുക്ക്. ജഗ്ഗു ഇവിടെ കുത്തി പിടിക്കണ്ടേട്ടാ. എനിക്ക് തോന്നുന്നതേ വെളിച്ചെണ്ണയിലേക്ക് പോയിണ്ടാവൂല്ലേ. പക്ഷെ അവരുടെ എന്താ വെളിച്ചെണ്ണയിൽ പോവാഞ്ഞേ? അത്ര വീട് ഉണ്ടാവുമായിരിക്കും. എള്ളല്ലേ? അല്ല, പിന്നെ അവര് എന്തായാലും പാടിക്കൊണ്ടിരിക്കുന്ന തക്കാളി ഇടണം. തക്കാളി പിന്നെ ഇതിലേക്ക് വേറെ സാധനങ്ങളൊക്കെ ഈ മല്ലിയില, പുതിനയില, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ചേർക്കാട്ടാ. ഈ രണ്ടാമത്തെ കൂട്ടിലേക്ക് നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് മസാല കൂട്ടുണ്ട്. അതാണ് എനിക്ക് ഇടാൻ പോണത്. എനിക്കൊരു സ്വല്പം ഉപ്പിടണം കേട്ടാ. ഇത് വാങ്ങിച്ചു കോഴിമുട്ട കേട്ടാ. നമ്മുടെ കോഴിലേ മുട്ടയുണ്ട്. സമരത്തിലാണ്. മുട്ട കുറച്ച് നാളായിട്ട് ഇടുന്നില്ല. ഒരു കോഴിമുട്ട വേണ്ടോ? അയ്യോ ഇത് പൊളിഞ്ഞു. ഇതൊക്കെ ചേട്ടാ ഞാൻ ചെയ്തോളാം. നീ പറഞ്ഞ കൂടുതൽ കോഴിമുട്ടയാക്കണം. എൻ്റെ രഹസ്യം മനസ്സിലായി. എന്താ കാമറി, ഒരു കോഴിമുട്ട കൃത്യമായിട്ട് കിട്ടണം കേട്ടാ. ഈശ്വര ഭഗവാനെ, സരിതി വേണ ബന്ധു സരിത ഫ്രൈ ആയി. ഒന്നും മറിച്ചിടാലോ നീ? ആ, അത് മറിച്ചിട്ടോണ്ടിരിക്കണം കുറേ വട്ടം. കരിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടാ. ഞാൻ ഒരെണ്ണം കിട്ടി. ആ, ഒരെണ്ണം മതി ശരിക്ക്. മെയിനായിട്ട് ഒരെണ്ണം വേണ്ടോ? ഇതേ നമ്മുടെ ഈ മസാല, നമ്മുടെ ഈ മിക്സിയുടെ കൂട്ടുണ്ടാക്കിയില്ലേ, മിക്സിയിൽ കൂട്ടുണ്ടാക്കിയില്ലേ, അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ ഇത് അങ്ങോട്ട് ഇരിക്കും ഒഴിക്കണം കേട്ടാ. ഗ്രേവി. അയ്യോ, എന്താ കട്ടി വെക്കോ? ഇത്ര അധികം വെള്ള കട്ടിയാക്കല്ല വേണ്ടോ? ബെസ്റ്റ് മസാല കൂട്ടായില്ലേ?
ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പാത്രത്തിലാക്കി വെക്കാൻ നല്ലതുണ്ട്. അതും ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിൽ മുക്കി തിന്നെ അല്ലേ മതി. ഈ കോഴിമുട്ട ഈ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട ഇതിലേക്ക് ഇടുന്നു. പിന്നെ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് ഉണക്ക മുതിരിയില്ലേ അതിലേക്ക് ഇടുന്നു, വറുത്ത് കോരി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്നു. ഈ കൂട്ടാണ് അതിലേക്ക് നിറയ്ക്കുന്നത് കേട്ടാ. തീ ഓഫ് ചെയ്യാം, ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി അത് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ സൈഡിൽ നിന്ന് വെച്ച് കൊടുത്താലോ? ഇരിക്കുമോ അങ്ങനെ? ഞാൻ പിടിച്ചു വെക്കേണ്ടവർ എങ്ങനെയാണ്? ഇനി തുറന്നു വെച്ചിട്ടേ ആക്കാം. ഇനി മൂടണില്ല. അതിനല്ല ഞാനും പറഞ്ഞു തുറന്നു വെച്ചിട്ട്. ഇങ്ങനെ സൈഡ് വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ കോരി ഒഴിക്കാൻ നല്ല സുഖമുണ്ടാ. ഞാൻ തീ കൂട്ടിയിടാം. കഴിഞ്ഞു പരിപാടി. മുരിഞ്ഞോട്ടെ നല്ലോണം. സാധനം സെറ്റായി. അങ്ങനെ നല്ല രസം. ആദ്യം നോക്കി ഒറ്റ നക്ഷത്രങ്ങളെ കണ്ടില്ല കേട്ടാ. കുറെ നേരം ഇങ്ങനെ നോക്കിക്കുമ്പോ അല്ല, ഈ വെളിച്ചത്തിന് നമ്മളിങ്ങനെ മറയ്ക്കണം. ഈ വെളിച്ചം കാരണം കൊണ്ട് ഒന്നും കാണില്ല. ഈ വെളിച്ചം മറച്ച് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് തെളിഞ്ഞ് വരും. ചേട്ടന്റെ സൗണ്ട് ശരിയായിട്ടില്ല. ജലദോഷം വന്നിട്ട് ഇങ്ങോട്ട് മാറി പോണില്ല. എന്തോ ചേട്ടനെ വിട്ട് പോവാൻ തോന്നുന്നില്ല. ഈ സൈഡ് വയ്ക്കാം. ഒരു ചിക്കൻ ഇങ്ങനെ സെറ്റാക്കാൻ എന്തോരം സമയം പിടിക്കുന്നത്. കുറെ എണ്ണം ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ നിറച്ചാണെങ്കിൽ മണവാളന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നല്ലത്, അല്ലാണ്ട് സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് മുതലാവില്ല. മണവാളന്മാരെ കല്യാണ കല്യാണ കഴിഞ്ഞിട്ടുള്ള മരുമക്കള് അല്ലേ, മരുമകന് അമ്മായിമ്മമാര് ഇങ്ങനെ പണ്ടാണല്ലേ അത് ഒരുക്കി കൊടുക്കല്, വിരുത്തൂണ് കൂട്ടല് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരും കാണിക്കുന്നില്ല. എന്ത് ഏത് ഈ മരുമോന് കൊടുക്കണതൊക്കെ അല്ലേ? കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഈ ആണുങ്ങള് വയറൊക്കെ ചാടും അല്ലേ? അല്ലേ ചേട്ടന്റെ വയറ് ചാടിയില്ലേ? അതെന്താ വിരുന്ന് കൂട്ടിട്ടാ അങ്ങോട്ട് വന്നാലല്ലേ വിരുന്ന് കൂട്ടാ. ചേട്ടൻ വന്നോടന്ന് അങ്ങട് അല്ലേ? അതല്ലേ പറഞ്ഞ ചേട്ടന്റെ പിന്നാലെ നടക്കാൻ പറ്റുമോ വിരുന്നും കൊണ്ട്? ചേട്ടനാ ഭാര്യ വീട്ടിലേക്ക് വരലൊക്കെ നാണക്കേടായിരുന്നു, പ്രത്യേകിച്ച് ടൗണിലായ കാരണം. എനിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു ഉടനെ. നിങ്ങളുടെ അവിടുത്തെ വെള്ളമൊന്നും കുടിക്കാൻ കൊള്ളില്ല, ടൗണല്ലേ, തൊട്ട് തൊട്ട് വീടുകളും ഫ്ലാറ്റും. ഓ നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞോ. നല്ല രസമുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടാ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ഒരു 3-4 കൊല്ലം മുന്നാന്ന് തോന്നുന്നുണ്ട് വീട്ടിലത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ആ റിസൾട്ടും കൊണ്ട് അച്ഛനൊരു വരവ് ഒന്നും ഇങ്ങട്. അതിൽ ഒന്നുമില്ല, ഒറ്റ അണുക്കളില്ല, കോളിഫോം ബാക്ടീരിയ ഇല്ല, ഈ കോളി ഇല്ല, അഴുക്കില്ല. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ ആള് പറഞ്ഞു, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇതുവരെ ഇത്ര നല്ല വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ ഗ്ലൂക്കോസ് കുപ്പിയിൽ മറ്റേ ഗ്ലൂക്കോസ് രോഗികൾക്ക് കയറ്റാനുള്ള ഗ്ലൂക്കോസ് തികയാണ്ട് വരുമ്പോൾ നിങ്ങളുടെ കിണറ്റിലത്തെ വെള്ളം വേണമെങ്കിൽ ഉപയോഗിച്ചോ എന്നൊക്കെ അച്ഛൻ പറയണ കേട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞു ഇത്രേ ആള്. അത്ര നല്ല വെള്ളമാണ്. എന്നിട്ട് ഇവന് കുടിക്കാനായിട്ട് അവിടെ വരുമ്പോ ഫിൽറ്റർ വെച്ചേ വീട്ടില് ടെസ്റ്റ് ചെയ്യണതിന് മുന്നല്ലേ വെച്ചേ. ടെസ്റ്റ് ചെയ്തില്ല, അതിന് മുന്നേ ഫിൽറ്റർ വെച്ചേ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പോ കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് ടെസ്റ്റ് ചെയ്തപ്പോ നന്നായിട്ട് ബാക്ടീരിയയും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ മെഷീൻ എന്തോ യന്ത്ര തകരാറുണ്ട്. അല്ലാണ്ട് ഫ്രണ്ടിലത്തെ ഫ്ലാറ്റ് വരുന്നതിന് മുന്നേ ആയിരുന്നു ടെസ്റ്റ് ചെയ്തത്. ഇവരെ വീട്ടിൽ നിറച്ച് ഇവരെ വീടിന്റെ ചുറ്റും നിറച്ച് വീടില്ല. അപ്പൊ എങ്ങനെയാ വെള്ളം മോശമല്ലാണ്ടിരിക്കുക? കിണറ്റിൽ നിന്നുള്ള വെള്ളം അതറിയില്ല. അന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അച്ഛൻ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അത് ഇങ്ങോട്ട് എന്തോ ആവശ്യത്തിന് വന്നപ്പോ വന്നാണ്, അല്ലാണ്ട് അതും കൊണ്ട് ചേട്ടൻ അത്രക്കധികം അപമാനിച്ചിട്ടുണ്ട്. എനിക്ക് കുളിക്കാനുള്ള വെള്ളം വരെ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരും. കല്യാണം കഴിഞ്ഞതിന് മുന്നേ എനിക്ക് ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉള്ള കാര്യം പറയാം. അതായത് വെള്ളം അവിടെ വീടുകളൊക്കെ നിറയെ ചുറ്റുവട്ടത്തിലൊക്കെ അല്ല, ടൗൺ ഏരിയ അല്ല. അപ്പോൾ കിണറ്റിലെ വെള്ളം നേരിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കില്ല. ഈ മറ്റേ ബാക്ടീരിയകളും തേങ്ങയും വാങ്ങിക്കുന്നുണ്ടാവും. അപ്പൊ വെള്ളം തിളപ്പിച്ചായിട്ട് അല്ലെങ്കിൽ കുടിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഇങ്ങനെ വക്രീകരിച്ച് ഇതേ രീതിയായി അല്ലാട്ടാ ഞാൻ പറഞ്ഞതാ സത്യം. അതുപോലെ ചേട്ടൻ പറഞ്ഞു. ചേട്ടനാണ് ഇപ്പൊ വളച്ചൊടിച്ചത്. ഞാൻ വളച്ചൊടിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ എന്റെ ഓർമ്മ. ഓർമ്മ തെറ്റാ, ഞാൻ പറഞ്ഞത് ശരി. ഇതിപ്പോ കഴിയില്ല സാധനം. ഇത് നല്ല രസമുണ്ട്. തരുതാ തിന്നണ
ദൈവമേ ഇതിപ്പോ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാണ്ടാവോ ചേട്ടാ? എന്തൊരു പണി ചേട്ടാ കാണിക്കണേ? അതിൻ്റെ ഉള്ളിൽ വേണ്ട എന്തോന്നാലായിട്ട് നമ്മള് ഇതിപ്പോ കഴിയും, അല്ലടാ നിന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഇതിപ്പോ കഴിയും എന്നിട്ട് വിളിച്ചിരുത്തിയത് കഴിഞ്ഞു എടുക്കാൻ പോണം. അതെ, ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. നമ്മൾ ഒരുങ്ങി കയറട്ടെ. അവിടെ അല്ല ചേട്ടനും ചെറിയേട്ടനൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടില്ല. മറ്റേ ഗോഡ് ഫാദറില് ശങ്കരായിട്ട് വിളിക്കില്ലേ, അവിടെ രണ്ടുപേരുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കൂട്ടി. ഇന്നത്തെ ദിവസം ഇത്ര നേരം വരെ നമ്മൾ ഒറ്റ സിനിമ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എടുത്തിക്കൂടെ? തീ കത്തിക്കോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടാ. ഇനി അത് എടുത്ത് കഴിഞ്ഞിങ്ങനെ കരിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടേക്ക് ഇറക്കി വെച്ചിട്ട് കിണ്ണത്തിരിക്കാണ്ടാക്കാം. ഇറക്കി കാമറയിൽ ഇരിപ്പ് നോക്ക് പാവം. സൈഡ് എടുക്കാൻ പോവാട്ടാ. എടുത്തോളൂ. അവര് പക്ഷേ നമ്മൾ നിൽക്കുമ്പോ ഒരു ഫാമിലി ഓർഡർ അത് വേണമെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ഇങ്ങനെ എടുത്തു കൊടുത്തു. അതിനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുമ്പോ എനിക്ക് നമുക്ക് ഓർഡർ ചെയ്ത് തരാ ചെയ്യാ. അല്ല, ഓർഡർ ചെയ്ത് തരല ചെയ്യാ. അല്ല ഇനി വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കണ്ട, ഒന്നും എടുത്ത് ഒഴിക്കല്ല. വേണ്ട, ആ സാധനം നിറച്ചാ മതി. നല്ല മൊരിഞ്ഞ സാധനങ്ങളുണ്ട് കണ്ട. അത് നമുക്ക് വേറെ എടുത്ത് തിന്നാം. അപ്പൊ ഇതിനടുത്ത് കിണ്ണത്തിൽ വെച്ചിട്ട് നമ്മള് ഇനിയാണ് പണി. ഞാൻ അതിന്റെ ഉള്ളിൽ കുത്തി തരാൻ പറ്റില്ലെങ്കിൽ നമ്മളത് വെറുതെ അവിടെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഈ കൂട്ടില്ലേ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ നോക്കണേട്ടാ ഞാൻ. കേറുമല്ലോ. അടിക്ക് പോയി. മണവാളൻ ചിക്കനെ നമ്മള് ക്രൈം പോലെ എടുത്ത്. അപ്പോൾ നമ്മുടെ മണവാളൻ ചിക്കൻ കഴിക്കാനായിട്ട് എല്ലാവരും ചെറിയ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സരിത മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അറ്റാക്ക് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ചൂട് കുറച്ച് അറിയിട്ടുണ്ടാവും. ഇത് മലപ്പുറംകാരുടെ ഒരു ഇതാണ്, ഇവർക്ക് അറിയില്ല. കഴിച്ചു ചെക്കന്മാർക്ക് കൊടുക്കണ്ട. ഈ മണവാളൻ ചെക്കന്മാർക്ക് അമ്മായിമാരിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അത്ര. ആക്രമിക്കൂ. അതിൻ്റെ ഉള്ളിൽ മസാലയാ. മസാല കുറച്ചപ്പുറത്ത് കീട്ട് കൊടുത്തു കഴിക്കാൻ. ഇത് മയണൈസ് നോക്കി തിന്നാം. ചവച്ചിട്ട് തീരുന്നില്ല. ഇതത്ര മുറുക്കായ ഇത് മുങ്ങി വെളിച്ചെണ്ണ ഇടുവോ? വെളിച്ചെണ്ണ ഇതിന്റെ മുങ്ങി ഇടുവോ? ഒന്നുമില്ല, ശരിക്കും അങ്ങനെ വേണം. അങ്ങനെ അവർ ചെയ്യാം. നമ്മളിത് മറിച്ചിട്ടാക്കി. അതെ, കാല് വലിച്ചു ഉരിക്കിന്റെ കണ്ട. ഇതുകൂടെ ഉണ്ട് ചോറ്. അല്ല ചേട്ടാ ഇതിന്റെ മസാല ഇതിനുള്ളിലുണ്ട്, നിറച്ചുണ്ട്. ഒരു മുട്ടയും നിറച്ചിട്ടുണ്ടായി. ഓരോ ഫാമിലിയിലാണ് ഇത് വാങ്ങിക്കുന്നത്. അവിടെ കഴിയത് നല്ല രസമുണ്ട്. മുരിഞ്ഞിട്ടേ ചെറുതല്ലേ. അയ്യോ, സബോളയും ക്യാരറ്റും തക്കാളി കരിഞ്ഞൊക്കെ പിന്നെ ചെറുനാരങ്ങയും അതും കൂടി ഉണ്ട് അതിൻ്റെ ഒപ്പം. അതൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കുക്കുംബറും ക്യാരറ്റും സബോളയും തക്കാളിയും അരിഞ്ഞിട്ട് മറ്റേ ചെറുനാരങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ വയ്ക്കും. അത്ര വലിയ സംഭവം ഒന്നല്ലല്ലോ ഇത്. കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് സമാധാനമായിട്ട് തിന്നാം. ഉള്ളിലിൻ്റെ ഞാൻ കണ്ടത് അതാണ് ജഗുന് ഇഷ്ടമില്ലാത്തത്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ടിലിങ്ങനെ രസം ഉണ്ടായിരുന്നു. അപ്പൊ നിർത്താം. നിർത്താൻ കേട്ടാ. അപ്പൊ ഞങ്ങൾ തിന്ന് കഴിക്കട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വലിയ ചിക്കൻ വേണ്ട, ഇത്തിരി കൂടി ചെറിയ ചിക്കൻ വാങ്ങിച്ചിട്ട് ഒരു 1.5 കിലോ 1.5 കിലോയുടെ ചിക്കൻ വാങ്ങിക്കാൻ വേണമെങ്കിൽ ഇത്തിരി കൂടി മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഐഡിയ പോലെ ചെയ്തു. അപ്പൊ നിർത്താം. അടുത്ത വീഡിയോ വരെ നന്ദി, നമസ്കാരം. ഇതൊക്കെ എന്ത്